ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വേദയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയുടെ അച്ഛൻ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നാലും എൻ്റെ മോളാകെ മാറിപ്പോയല്ലോ, അവള് ഉത്തരവാദിത്വമില്ലാതെ അവളുടെ ജീവിതം തേടിപ്പോയി, അതാണ് അവളുടെ വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ പോയത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അമ്മയാണെങ്കിൽ, നിങ്ങൾ എന്താ വിചാരിച്ചത്, അവളൊരു മണ്ടിക്കുട്ടിയാണെന്ന് നിങ്ങൾക്ക് വിചാരമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതൊക്കെ തെറ്റായ കാര്യമാണ്. അവള് ബുദ്ധിശാലിയായ ഒരു കുട്ടിയാണ്. അവൾ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. കണ്ടോ, നിങ്ങൾ കണ്ടോ, അവൾ ഉയരങ്ങളിലേക്ക് പോകും, അതിനുള്ള പണികളെല്ലാം അവൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയാണ്. അപ്പോൾ നന്ദിനിയാണെങ്കിൽ തുണിയെല്ലാം എടുക്കുക. ആ സമയത്ത് ദേ കിടക്കുന്നു വേദയുടെ ഒരു ഡ്രസ്സ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനിക്ക് കലി വന്നിട്ട് ആ വേദയുടെ ഡ്രസ്സ് അങ്ങോട്ട് തള്ളി മാറ്റി അങ്ങോട്ട് ഇടുക. ബാക്കിയുള്ള ഡ്രസ്സ് ദേഷ്യത്തോടെ എടുക്കുന്ന സമയത്താണ് ഒരു വണ്ടി വന്ന വാതിക്ക് നിൽക്കുന്നത് നമ്മുടെ നന്ദിനി കാണുന്നത്. അപ്പോൾ ഒരു പെണ്ണ് വന്നിങ്ങനെ ആ വാതിക്കിലേക്ക് നോക്കുക. ആ സമയത്ത് നന്ദിനി ഓടി ചെന്നിട്ട്, ആരാ, എന്താ? അത് പിന്നെ ഈ വിനായകൻ ചേട്ടൻ്റെ വീട് ഇത് തന്നെയാണോ? ആ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ വിനായകൻ ചേട്ടൻ? ആ അതെ അതെ, ഇത് തന്നെയാ. ഈ വിനായകൻ ചേട്ടനെ എൻ്റെ ഭർത്താവാ. എന്താ, ആരാ, നിങ്ങൾക്ക് എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് വിനായകൻ ചേട്ടനെ എനിക്കൊരു വീട് പറഞ്ഞായിരുന്നു, ഒന്ന് വിനായകൻ ചേട്ടനെ വിളിക്കാവോ? അതിനെന്താ, വിളിക്കാമല്ലോ. അങ്ങനെ നന്ദിനി വിനായകേട്ടാ വിനായകേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കാം. അപ്പോൾ ദേ വരുന്നു വിനായകൻ. അപ്പോൾ വിനായകനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, എന്നെ മനസ്സിലായില്ലേ, ഞാൻ രമ്യ, നിങ്ങൾ ഒരു വീട് പറഞ്ഞായിരുന്നില്ലേ? ഓ മനസ്സിലായി എന്നും പറഞ്ഞിട്ട് ഹലോ എന്ന് പറഞ്ഞ് കൈ കൊടുക്കാനായിട്ട് ഒരുങ്ങുക. അപ്പോൾ വിനായകനും പതുക്കെ കൈ കൊടുക്കാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നന്ദിനിയുടെ മുഖം കണ്ട് പേടിച്ച് വരച്ച നമ്മുടെ വിനായകൻ കൈ കൂപ്പി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനിക്കും വളരെയേറെ സന്തോഷം. അപ്പോൾ രമ്യയോട്, അതെ, ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയാൽ മതി, ദേ ആ കാണുന്നതാണ് നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട്. വലിയ ഉപകാരം കേട്ടോ, എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ട് പോവാ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിനായകന് ഭയങ്കര സന്തോഷം. ഓ എടി, ദേ നല്ല ബ്രോക്കർ കാശ് കിട്ടണ കാര്യമാണ്, ഏതായാലും നന്നായി എന്നും പറഞ്ഞ് ഞാനൊന്ന് അങ്ങോട്ട് പുറകെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ പോവുക. പക്ഷേ നമ്മുടെ നന്ദിനിക്കാണെങ്കിൽ ഭയങ്കര സംശയം. എന്തിനാണ് കൈ കൊടുക്കാൻ പോയത്, എന്തിനാണ് വിനിയേട്ട എന്നൊക്കെ വിളിച്ചത്, ഞാൻ മാത്രം വിളിക്കുന്ന വിളിയാണല്ലോ. അപ്പോൾ ദേ വരുന്നു വേദ ഇറങ്ങിയിട്ട്. അപ്പോൾ വേദയും കമലാമ്മയും കൂടി വരിക. അപ്പോൾ കമലാമ്മയുടെ 2 തേങ്ങയുണ്ട്. കമലാമ്മ ചോദിക്കുകയാണ്, ആരാ നന്ദിനി അത്? ആ പെണ്ണ് ഏതാണ്? അത് പിന്നെ അമ്മേ, ആ അയൽവക്കത്ത് ആ പുതിയ വീടില്ലേ, ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടി വന്നതാ, വിനയേട്ടനാ ആ വീട് ഏർപ്പാട് ചെയ്ത് കൊടുത്തതേ എന്നൊക്കെ പറയണോ. ഓഹോ ആണോ, അങ്ങനെയാണോ കാര്യങ്ങളൊക്കെ? അങ്ങനെയാ. ഏതായാലും പക്ഷേ അവളൊരു വകതിരിവില്ലാത്തൊരു പെണ്ണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാ നന്ദിനി ഒരാളെ കണ്ട ഉടനെ തന്നെ എന്നെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത്? അതിൻ്റെ കാര്യമുണ്ടോ നന്ദിനി എന്ന് ചോദിക്കുക. അതല്ലമ്മേ, വിനിയേട്ടനെ കണ്ടപ്പോൾ തന്നെ ഹലോ എന്നും പറഞ്ഞുകൊണ്ട് കൈ ഷൈക്കാൻഡ് കൊടുക്കാനായിട്ട് ഒരുങ്ങുന്നു. പിന്നെ വിനയേട്ടൻ്റെ സ്വഭാവം നല്ലതായതുകൊണ്ട് വിനയേട്ടൻ കൈകൂപ്പി കാണിച്ചു. ഇപ്പോൾ വേദയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിരി വരിക. അത് പിന്നെ അതൊന്നും അല്ല നന്ദിനി ഏട്ടത്തിയെ കണ്ട് പേടിച്ചിട്ടാ വിനയേട്ടൻ നമസ്കാരം കാണിച്ചത്. പിന്നെ നീ ഒന്ന് പോടി, എനിക്കറിയാം എൻ്റെ വിനയേട്ടനെ. അപ്പോൾ ദേ വരുന്ന വിക്രം ഇറങ്ങി. അപ്പോൾ വിക്രത്തോട് കമലാമ്മ പറയാം, നീ ഇന്നും പോകാനായിട്ട് ഒരുങ്ങുവാണോ? എന്താ അമ്മ ഇത്, ഞാൻ ഇന്നലെയും തുടങ്ങിയ പോക്കലല്ലോ, എനിക്കെന്താ പുറത്തേക്ക് പോകാനായിട്ട് പാടില്ലേ? നീ ഇനി ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി വരരുത് വിക്രം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം. ആ സമയത്താണ് വിക്രമിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഇയാളെന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട്, എന്താ എന്തിനാ വിളിച്ചത്? അത് പിന്നെ വിക്രം, നീ ഇന്ന് ഇവിടം വരെ വരാവോ? നിങ്ങളിത് എവിടെയാ? അപ്പോൾ വിനായകനായിരുന്നു വിളിച്ചത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വിനായകൻ ദേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വിളിക്കുക. എന്തിനാ നിങ്ങളിപ്പോൾ വിളിക്കുന്നത്? അത് പിന്നെ എടാ വിക്രം, നീയേ ഇവിടെ പുതിയ അയൽവക്കക്കാർ വന്നിട്ടുണ്ട്, അപ്പോൾ ഈ സാധനങ്ങളൊന്നും ഇറക്കാൻ വേണ്ടി നീ ഒന്ന് കൂടാവോ? പിന്നെ ഞാനൊന്നുമില്ല, നിങ്ങൾ പോയി ഇറക്കിയാൽ മതി. എടാ അങ്ങനെ പറയരുതെടാ എന്നും പറഞ്ഞുകൊണ്ട് ഈ വിനായകൻ അങ്ങോട്ട് ഓടി വരികയാണ്. നിങ്ങൾ തന്നെ പോയി ചെയ്താൽ മതി എന്ന് വിനായകനോട് പറയാം. എടാ അതല്ലടാ, അവരെ സഹായിക്കാൻ ആരുമില്ല, പിന്നെ നീ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞു പോയി, നിങ്ങൾക്ക് ഇറക്കിക്കൂടെ? എടാ അതിനുള്ള ആരോഗ്യം എനിക്കില്ലല്ലോ, നിനക്കാവുമ്പോൾ അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്ന് ചെല്ല് അമ്മേ, ഒന്ന് ചെല്ലാൻ പറ അമ്മേ, ഞാൻ ഏതായാലും ആ പെണ്ണിനൊരു വാക്ക് കൊടുത്തു പോയി, അതുകൊണ്ടാ അമ്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എടാ വിക്രം ഒന്ന് ചെല്ലടാ, നമ്മുടെ അയൽവക്കക്കാരല്ലേ, എന്തിനാ വെറുപ്പിക്കുന്നത്, ഒരു സഹായമായിട്ട് കരുതിയാൽ മതിയടാ, ഒന്ന് ചെല്ലടാ എന്നങ്ങനെ പറയുക. എങ്കിൽ പിന്നെ ഞാൻ ചെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം നേരെ അവരുടെ അടുത്ത് പോവുക. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും വിനായകനെ പിടിച്ചു നിർത്തി നദിനി പറയാണ്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
അവള് ക്ഷയിക്കാണ്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെന്തിനാ കൈ നീട്ടിയത്? ഞാൻ കൈ നീട്ടിയിട്ടില്ല നന്ദിനി, ഞാൻ കൈ കൂപ്പി കാണിക്കുകയല്ലേ ചെയ്തത്. നിങ്ങൾ കൈ നീട്ടി, ഞാൻ കണ്ടു നിങ്ങൾ കൈ നീട്ടുന്നത്. ഞാൻ നോക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഉടനെ തന്നെ കൈകൂപ്പി കാണിച്ചു. വല്ല സെറ്റപ്പാണോ അത്? അയ്യേ നന്ദിനി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സെറ്റപ്പോ? നിനക്ക് വേറൊരു പണിയില്ല അയ്യേ എന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിലും ഈ ആൾക്ക് അത്ര നല്ല പെണ്ണിനെയൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് നന്ദിനി സംസാരിക്കാം. അങ്ങനെ വിക്രം അയൽവക്കത്തെ വീട്ടിൽ ചെന്നിട്ട് രമ്യയുടെ ആ വീട്ടു സാധനങ്ങളെല്ലാം മുഴുവൻ ഇറക്കി നേരെ പെരക്കാത്തോട്ട് വെക്കുക. അപ്പോൾ അതിനുശേഷം രമ്യ ഇതൊന്നും കാണുന്നില്ല. രമ്യയാണെങ്കിൽ ഫോണിലെന്തോ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ്. അപ്പോൾ വിക്രം ഹലോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട്, അതെ കനമുള്ള സാധനങ്ങളെല്ലാം അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്, എനിക്ക് പോകണം. അയ്യോ സോറി കേട്ടോ, ഞാനൊരു മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ കാണാൻ പറ്റാതിരുന്നത്. അങ്ങനെ വിക്രം അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അത് നിന്നെ പറഞ്ഞില്ല എന്ത് പറയാൻ? അല്ല കൂലിയോ? എന്തിന്? അല്ല വിനായകൻ പറഞ്ഞായിരുന്നു കൂലിക്കാണ് ഒരാളെ വിടണേന്ന്, അതുകൊണ്ട് കൂലി പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞ ആൾക്ക് കൊണ്ട് കൂലി കൊടുത്താൽ മതി, മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് പോവാ. അങ്ങനെ വിക്രം നേരെ കൂട്ടുകാരോടൊത്ത് ഒരു മണ്ടയിൽ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് വല്ലാത്തൊരവസ്ഥയിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രാധയുടെ വരവ്. അപ്പോൾ രാധ ഭയങ്കര കാലി തുള്ളി വന്നിട്ട്, വിക്രമേട്ടാ നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണോ? അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ പറയണം, എന്താണ് നീ പറഞ്ഞത്? രാധയോട് നീ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കാം. പറ വിക്രമേട്ടാ, നിങ്ങളെന്താ മറന്നുപോയോ? നിങ്ങളെന്താ എന്നോടൊന്നും മിണ്ടാത്തത്? രാധേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണ്, എൻ്റെ മനസ്സിലും ജീവിതത്തിലും ഇനി വേദ മാത്രം ഉണ്ടാവുള്ളൂന്ന്. അതങ്ങനെ തന്നെയായിരിക്കും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും നീ എന്തിനാ എൻ്റെ പിന്നാലെ നടന്നിങ്ങനെ കൂടുന്നത്? എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നിന്നെ എനിക്ക് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. നീ എൻ്റെ മനസ്സിൽ പോലുമില്ല. പിന്നെ എന്തിനാണ് രാധേ നീ എൻ്റെ പിന്നാലെ നടക്കുന്നത്? എനിക്ക് തീരെ ഇഷ്ടമില്ലാതെ. എനിക്ക് വേദയെ മാത്രമാണ് ഇഷ്ടം എന്നിങ്ങനെ രാധയുടെ മുഖത്തടിച്ച പോലെ പറയാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സന്തോഷമായി വിക്രമേട്ടാ. വിക്രമേട്ടൻ്റെ നാവിൽ നിന്നും ഇങ്ങനൊരു വർത്തമാനം കിട്ടാൻ വേണ്ടി തന്നെയാ ഞാൻ ഇവിടെ വരെ വന്നത്. എനിക്ക് സന്തോഷമായി. ഞാൻ ഇനി പോവാ. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് രാധ ഓട്ടോറിക്ഷയിലേക്ക് കയറി ഒറ്റ പോക്ക് പോവാ. അപ്പോഴേക്കും കൂട്ടുകാരന്മാർ പറയാണ്, എടാ അവളില്ലേ, അവളുടെ ശാപം നിനക്ക് കിട്ടാതെ നോക്കിക്കോ. എന്ത് ശാപം? പറയാനുള്ള മുഴുവൻ പറയണ്ടേ? ഞാൻ അവളോട് പറഞ്ഞാൽ നേരത്തെ എൻ്റെ പിന്നിൽ നടക്കുന്നത്. എടാ നീ ജനിച്ചു വീണ നാളെ മുതൽ രാധ നിന്നെ പ്രണയിക്കാനായിട്ട് തുടങ്ങിയതാ. നീ എത്ര പെണ്ണുങ്ങളുടെ ശാപം കിട്ടൂടാ? നിനക്ക് സ്ത്രീ ശാപം നന്നായിട്ടുണ്ടാവും. സ്ത്രീ ശാപോ? അതെ, ഒന്ന് രാധയുടെ ശാപം. ഇത്രയും ഇവളെ സ്നേഹിച്ചിട്ട് നീ അവളുടെ മുഖത്ത് നോക്കി തന്നെ നീ വേണ്ടാന്ന് പറഞ്ഞില്ലേ? അവൾ നിന്നെ ശപിക്കാതിരിക്കോ? ഉറപ്പായിട്ട് നിന്നെ ശപിക്കും. പിന്നെ നീ ബലമായിട്ട് അമ്പലത്തിൽ വെച്ച് ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് നീ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ, അവൾ നിന്നെ ശപിക്കാതിരിക്കോ? അവളും നിന്നെ ശപിക്കും. അങ്ങനെ എത്രയെത്ര പെൺശാപങ്ങളാടാ നിനക്ക് കിട്ടുന്നത്. നീ ആലോചിച്ചോ. ആ രാധെങ്ങാനും പോയി പീഡനക്കേസിന് വല്ല പരാതി കൊടുത്താലോ? പീഡനക്കേസോ? അതെ, നീ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ നീ നാറും. പിന്നെ നീ തെളിയിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. നിന്നേട്ട് കുറേ സ്ഥലങ്ങളിൽ ചുറ്റി നടന്ന കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ നീ കുടുങ്ങും. അതുറപ്പാ. ഒന്ന് പൊയ്ക്കണ്ടേട്ടാ, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. കണ്ടറിയാം, അവളെയാണ് നീ നോവിച്ച് വിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തും സംഭവിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വിക്രം നേരെ ഈ ഒരു പാർട്ടിക്കാരൻ്റെ അടുത്തേക്ക് പോവുക. പാർട്ടിക്കാരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും പെൺശാപം എന്നാണ് പറയുന്നത്. എനിക്കാകെ ടെൻഷനാവുന്നു. ഒന്ന് പോടാപ്പനെ, പെൺശാപം എന്ത് ശാപം? നിനക്കൊരു ശാപവും കിട്ടൂല. അപ്പോൾ വരുന്ന ഈ പാർട്ടിക്കാരൻ്റെ ഭാര്യ സുധേച്ചി. സുധാമാമ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. മാം എപ്പോഴാണ് വന്നത്? എടാ നീ എന്നെ മാം നിന്ന് വിളിക്കണ്ട, ചേച്ചിന്ന് വിളിച്ചാൽ മതി. അതെ, മാനിയ മര്യാദയൊക്കെ ഇവിടെ കാണിച്ചാൽ മതി, എൻ്റെ മുന്നിൽ കൂടുതൽ കാണിക്കാൻ നിൽക്കണ്ടേ. ചേച്ചി എപ്പോഴാണ് വന്നത്? ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നിടാ. പിന്നെ മക്കളെയൊന്നും കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അവർക്ക് വരാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ കൊണ്ടുവരാനായിട്ട് പറ്റില്ലല്ലോ. അച്ഛൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കൂലേ? ഇപ്പം അവർ വിചാരിച്ചിരിക്കുന്നത് കേരളത്തിൽ തന്നെ വലിയൊരു തലപ്പാവത്താണ് അവരുടെ അച്ഛനിരിക്കുന്നതെന്നാ. ഇവിടെ വന്നു കഴിയുമ്പോൾ അച്ഛൻ്റെ തനി സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ അവരെ വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവരെ കൊണ്ടുവരാതിരുന്നത്. ഏതായാലും നിങ്ങൾ വിക്രം ഇരിക്കെ, ഞാൻ ചായ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും സുധേ അവിടെ നിന്ന് ചായ നടക്കണ്ട, പക്ഷേ വിക്രം ചെറിയൊരു പ്രശ്നത്തിലാണ്. അവൻ്റെ ആ ഒരു പ്രശ്നം നീ പരിഹരിച്ചു കൊടുക്കണം. പ്രശ്നോ? എന്ത് പ്രശ്നം? അത് വേറൊന്നുമല്ല,
അവൻ പറയും അവന് പെൺശാപം കിട്ടിയിട്ടുണ്ടെന്ന്. പെൺശാപോ? എന്താണ് ഈ പറയുന്നത്? ആ പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വേദയൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുവാണല്ലോ, അപ്പം അതിൻ്റെതൊക്കെ ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ നീ ഒരു ജ്യോത്സ്യനെ കാണണം. കാരണം നിനക്ക് ശാപം കിട്ടിയിട്ടുണ്ടോന്നൊന്നും അറിയാം. ഈ ജാതകം നോക്കാതെയല്ലേ കല്യാണമല്ലേ. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കൊരു എത്തുംപിടിയും കിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ജ്യോത്സ്യനെ കണ്ടേ മതിയാവുള്ളൂ. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് പോടി, ജ്യോത്സ്യനൊന്നും കണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ. ഫോറിൻ രാജ്യത്തൊക്കെ ഇവർ നാളെ നോക്കിയിട്ടാണോ കല്യാണം കഴിക്കുന്നത്? അല്ലല്ലോ. അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്കും, അത്രയല്ലേ ഉള്ളൂ. അതേപോലെ അല്ല ഒരു കല്യാണം കഴിച്ച് ഒരു കുട്ടിയുണ്ടായി, അതാണോ ജീവിതം? അല്ലല്ലോ. അതിൽ പല കാര്യങ്ങളും ഇല്ലേ വിക്രം. നിനക്ക് ഈ പോസിറ്റീവ് നെഗറ്റീവിൽ വിശ്വാസമുണ്ടോ? അതൊക്കെ വിശ്വാസമുണ്ട്. അത് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു സാമിയാരെ വന്ന് നീ കാണണം എന്ന് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ പാർട്ടിക്കാരനാ നിങ്ങൾ എന്ത് വേണം ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് പോവാം. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ. അദ്ദേഹത്തിനും ആ ജ്യോത്സ്യരെ ഭയങ്കര വിശ്വാസമാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും ആ ജ്യോത്സ്യരോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ സിനിമാ ലോകത്തെ 2 സൂപ്പർ സ്റ്റാർ വരെ ഈ ജ്യോത്സ്യനെ കാണാറുണ്ടത്രേ. ഇത് കഴിയുമ്പോഴേ സത്യമാണോ? പിന്നെ എത്ര സംവിധായകന്മാരാണ് അദ്ദേഹത്തെ കണ്ടിട്ടേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. എടാ, നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അദ്ദേഹം. ഈ മനുഷ്യ ശാസ്ത്രം ഒരുപാട് പഠിച്ചിട്ട് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തൊന്ന് മുഖം കാണിക്കുന്നത് നല്ല കാര്യമായിരിക്കും. അങ്ങനെ വിക്രമിൻ്റെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സുധ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മയാണ്. അപ്പം അച്ചമ്മ പോകാനായിട്ട് ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങുക. ഏതായാലും കമലേ, ഞാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അമ്മയെ കൊണ്ടാക്കി തരുമല്ലോ? എൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ബസ്സിന് പോയിക്കോളാം. ബസ്സിലൊക്കെ ഇരുന്ന് അതിലൊരു തമിഴ് പാട്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല വൈബാ. പോകുന്ന വഴി ഒരു വീഡിയോ ഒക്കെ എടുത്ത് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്, മനുഷ്യന്മാരൊക്കെ കണ്ട് പോകുമ്പോൾ അതിൻ്റെ സുഖം അത് വേറൊന്നാണ് കമലേ. അപ്പോൾ ദേ വരും നന്ദിനി. അപ്പം നന്ദിനി ആണെങ്കിൽ അയ്യോ അച്ഛമ്മ പോവുകയാണോ? എന്താടി, അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ നീ മുങ്ങാൻ വേണ്ടിയാണോ? കണ്ടോ, അച്ഛമ്മയോട് എന്ത് പറഞ്ഞാലും എനിക്കെതിരെ കുറ്റമാണല്ലോ അച്ഛമ്മ പറയുന്നത്. എന്നോട് മാത്രമേ ഇങ്ങനെ കുറ്റങ്ങൾ പറയാറുള്ളൂ. എങ്കിലും ഞാൻ വെറുതെ പറഞ്ഞല്ലേ നന്ദിനി, ഇനി ഞാൻ വേദയോടും കുറ്റങ്ങൾ പറയാം, എന്താ പോരെ? അപ്പോൾ ദേ പുറത്തുനിന്നൊരു പെണ്ണിൻ്റെ ശബ്ദം കേൾക്കുക. അത് നമ്മുടെ രമ്യയുടെ ശബ്ദമായിരുന്നു. അപ്പം നന്ദിനി ഓടി ചെല്ലുകയാണ്. രമ്യ അമ്മ, ഇതാണ് അയൽവക താമസിക്കാമെന്ന രമ്യ. അതെ, ഞാൻ നന്ദിനി, ഇതെൻ്റെ അച്ഛമ്മ, ഇതെൻ്റെ അമ്മ. അപ്പോൾ വേദയെ പരിചയപ്പെടുന്നില്ല. ഇനിയും കുറേ ആൾക്കാരോട് ഉണ്ടേ. ഇതാണ് വേദ, എൻ്റെ ഇളയ കൊച്ചുമകൻ്റെ ഭാര്യയാണ് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ പരിചയപ്പെടുത്തുക. പക്ഷേ അപ്പോഴേക്ക് രമ്യ പറയാ, ഞാൻ ഏതായാലും പുതിയതായിട്ട് താമസം വന്നാണല്ലോ, അപ്പോൾ അയൽവക്കക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് സ്വീറ്റ്സ് ആയിട്ട് വന്നത്. ഇവിടെ അയൽവക്കം കുറവാണല്ലോ. ഏതായാലും സ്വീറ്റ്സ് പിടിച്ചോട്ടോ, വിശദമായിട്ട് നമുക്ക് പിന്നീട് പരിചയപ്പെടാം എന്നും പറഞ്ഞുകൊണ്ട് രമ്യ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മ പറയാ, ആ പെണ്ണിൻ്റെ ഒരു രീതി ശരിയല്ലല്ലോ കമലേ, പാവം കുട്ടിയാമേ, നമുക്ക് കണ്ടറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അവിടുന്ന് പടി ഇറങ്ങുക. പക്ഷേ ഇതെല്ലാം കേട്ട് നിന്ന് നമ്മുടെ നന്ദിനിക്കാകെ തലക്ക് ഭ്രാന്ത് പിടിക്കുക. എന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞത്? ആ പെൺകുട്ടിയെ ചൊല്ലി എന്ന് പറയുക. അങ്ങനെ വിക്രമും അതേപോലെ തന്നെ ആ ഒരു സുധചേച്ചിയും കൂടി ആ ഒരു ജ്യോത്സ്യനെ കാണാനായിട്ട് ചെന്നിരിക്കുക. ഇയാളാണെങ്കിൽ കൈവച്ച് എന്തൊക്കെയോ ആംഗ്യങ്ങളൊക്കെ കാണിച്ചിട്ട് പതിയൊന്ന് കണ്ണ് തുറന്ന് ഒന്ന് ചിരിച്ചിങ്ങനെ കാണിക്കുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിക്രം ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വിക്രമിനെ കണ്ടിട്ട് പേര് വിക്രം എന്നാണല്ലേ? അതെ, നിങ്ങളുടെ പ്രശ്നം സ്ത്രീ സംബന്ധമായ പ്രശ്നമാണല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രമാകെ ഒന്ന് ഞെട്ടിപ്പോവാ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നത് തന്നെ. നന്ദി, നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ.